മധ്യപ്രദേശ് ചിലപ്പോൾ ബിജെപിക്ക് ഏറ്റവും വലിയ ഒരു പേടി സ്വപ്നം നൽകുന്ന ഒരു സംസ്ഥാനം. അധികാരത്തിലേറുന്നതിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ അധികാരത്തിലേറിയതിന് ശേഷം അതേപടി ഒരു തെറ്റുപോലുമില്ലാതെ ചെയ്തു കാണിച്ച് കയ്യടി നേടിയ സർക്കാർ, കമൽനാഥ് സർക്കാർ. പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞതുപോലെ നടപ്പിൽ വരുത്തിയത് കൊണ്ട് കർഷകരുടെ പരിപൂർണ പിന്തുണ മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യാതൊരു സംശയവും വേണ്ട. കമൽനാഥ് പൊതുജനങ്ങളുടെ കയ്യടി നേടി ജനകീയ നേതാവായി, ജനകീയ മുഖ്യമന്ത്രിയായി മധ്യപ്രദേശിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വിപ്ലവത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ബിജെപി പലതവണ പല രീതിയിൽ ശ്രമിച്ചു. നേതാക്കന്മാരും പ്രവർത്തകരും പല രീതിയിലുള്ള ആരോപണങ്ങളുമായി മധ്യപ്രദേശിലെ സർക്കാരിനെ നേരിടുവാൻ മുന്നോട്ട് വന്നപ്പോൾ അതൊക്കെ പാഴായിപ്പോയി എന്ന് വേണം പറയാൻ. ഒടുവിലൊരു പച്ചയായ ഒരു നുണ പ്രചരിപ്പിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ശ്രമിച്ചു എന്ന് വേണം പറയാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു, കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളാമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരും കർഷകരെ പറ്റിച്ചു എന്നായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ എടുത്തു പറഞ്ഞത്. എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാന് മറുപടി കൊടുത്തത് പത്രസമ്മേളനം വിളിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ശിവരാജ് സിംഗിന് മറുപടി കൊടുത്തത് ഒരു വേദിയിലല്ല, മറിച്ച് ശിവരാജ് സിംഗ് ചൗഹാന്റെ വീട്ടിന് മുന്നിൽ പോയി വീട്ടിനകത്ത് കയറി 21 ലക്ഷം കർഷകരുടെ വായ്പകൾ എഴുതി തള്ളിയ കടലാസുകൾ ശിവരാജ് സിംഗ് ചൗഹാന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. യാതൊരു സംശയം വേണ്ട. അതില് എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് പച്ചൗരിയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ശിവരാജ് സിംഗ് ചൗഹാന്റെ വീട്ടിലെത്തിയത്. ഇത് മധ്യപ്രദേശിന്റെ കോൺഗ്രസിന്റെ ഔദ്യോഗിക FB പേജ് ഈ ഫോട്ടോകൾ, ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് വലിയ കയ്യടിയാണ് പൊതുജനങ്ങൾ നൽകിയത്. അതായത് ഒരു 8ന്റെ പണി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ കോൺഗ്രസിനോട് ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമൽനാഥ് സർക്കാരിന്റെ നടപടികളിൽ പൊതുജനങ്ങൾ തൃപ്തിയിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു സൂചന കൂടിയായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാന്റെ വീട്ടിലെത്തി കണക്കുകൾ തെളിവ് സഹിതം നിരത്തിക്കൊടുത്ത കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞത്. എന്തായാലും ഇനി മധ്യപ്രദേശിൽ കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ ആരും വരില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്നലെ നടന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.